Top of the morning to ladies and gentlemen. Welcome back to another video. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു പെട്ടെന്ന് തീരുന്നൊരു വീഡിയോ ആയിരിക്കും. വേറെ പണിയൊന്നുമില്ല, എങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത്. വേറെ പണിയില്ലെന്നല്ല, വർക്കുണ്ട്. ഒരു സ്പെഷ്യൽ സാധനം കാണിക്കണമെന്ന് വെച്ചു. കാരണം ഞാൻ സ്ഥിരം ഒരു ചായക്കടയിൽ പോകും കേട്ടോ, ഡെയിലി ഇവിടെ തൊട്ടടുത്തുള്ള. അപ്പം ആ ചേട്ടൻ ഈ ഇടയായിട്ട് ഫോണൊന്നും ഉപയോഗിക്കുക, അല്ലെങ്കിൽ എപ്പോഴും മറ്റെന്തെങ്കിലും തമിഴ് പാട്ടൊക്കെ ഇട്ടുകൊണ്ട്, ഒരു തമിഴ് ചേട്ടനാണ്, തമിഴ് പാട്ടും ഇട്ട് എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണ ചേട്ടൻ ഇപ്പം നോക്കിയാൽ ചുമ്മാ അവിടെ ഇരുന്ന് വടയിളക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ഫോണ് പുള്ളിയുടെ ചീത്തയായി പോയിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചിട്ട് സർപ്രൈസ് ചെയ്യാൻ പോകണമെന്നല്ല. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ EMIക്ക് പറ്റുമെങ്കിൽ ഒരു ഫോൺ എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ മാസം അടച്ചോളാം അങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. നമ്മളിങ്ങനെ എനിക്ക് EMI ഇത് ഒരു 17 രൂപ അലോട്ട് ചെയ്തിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, സ്നാപ്ഡീൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഫോൺ ഓർഡർ ചെയ്ത് കൊടുത്തത് അണ്ടർ 10,000 12,000 റേഞ്ചിൻ്റെ അണ്ടർ മതി എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടറോള ഒരു ഫോൺ ഉണ്ടായിരുന്നു. അത് വാങ്ങിയൊരു സാധനം എത്തി. ഡെലിവറി പയ്യൻ ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. സാധനം മോട്ടറോളയുടെ ഏത് G45 അങ്ങനെ എന്തോണ്, 10,000 രൂപയുടെ സാധനം. അപ്പോൾ സാധനം ഇപ്പോൾ കിട്ടി. ഇനി കൊണ്ടുപോയി ചേട്ടൻ കൊണ്ട് കൊടുക്കട്ടെ. കുറേ ദിവസമായി ചോദിക്കുന്നുണ്ട്. എന്നും ഞാൻ ഡെയിലി ഇപ്പോൾ ഒരു 8 ദിവസം എന്തോ ആയി ഓർഡർ ചെയ്തിട്ട് 8 ദിവസമായി വന്നിട്ട് സാധനം ഇന്നാണ് പറഞ്ഞത്. അപ്പം സാധനം കൊണ്ട് കൊടുക്കട്ടെ. പുള്ളിയുടെ സന്തോഷം കാണാം. കാരണം ഡെയിലി ഒന്ന് ചോദിക്കും, എടാ സാധനം വേണ്ടായി വന്നോ, സാധനം ഓർഡർ ഉണ്ടായി വരുമോ സാധനം എന്നെ അറിയില്ല. ഞാൻ 18-ാം തീയതി സാധനം വരുള്ളൂ. പക്ഷേ ഇപ്പം 17-ാം തീയതി ഇപ്പം തന്നെ രാവിലെ തന്നെ സാധനം എത്തി. പക്ഷേ ഡെലിവറി പയ്യൻ ഇപ്പോഴാണ് കൊണ്ടുവന്നേ. അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ ചാടിക്ക് ഇറങ്ങിയ കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ തന്നെ പയ്യൻ എത്തി, സാധനം തന്നു. ഞാൻ കൊണ്ട് കൊടുക്കാം. സാധനം അവിടെ ഉണ്ട്. നോക്കിയില്ല അങ്ങോട്ട് പോകാം. ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്, അങ്ങോട്ട് ചായ കുടിക്കാൻ പോവാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ അങ്ങനെ കട എത്തി. വൃത്തിയിട്ട ബസ്. ഇതാണ് ചായക്കട. ഇതാ ആ ചേട്ടൻ്റെ വൈഫാണ്. ഓക്കെ അപ്പോൾ സാധനം എത്തി. പയ്യനെ കൊണ്ടാടിക്കുക. പയ്യൻ ഇതാ അവിടെ ഉണ്ട്. പുറകിൽ നിന്ന് ഗ്ലാസ് ഉണ്ട് കഴിയുന്നത്. ആ പാവ അവിടെ നിൽക്കും. ഓക്കെ കാണാൻ പറ്റും എന്തോ. അപ്പോൾ ഓക്കെ സെറ്റ് കൊണ്ട് കാണിക്കാൻ ചേച്ചി. അണ്ണായി യോ പൊട്ടിച്ചു നോക്കി. ഞാൻ പൊട്ടിക്കുന്നത് നിങ്ങളെ എന്ത് പടി. കത്തിയാണ് ഞാൻ വീഡിയോ എടുത്തു തരാം. പൊട്ടി നിങ്ങളെ ഫോണുണ്ട്. കെട്ടി കീറണ്. ഹാപ്പിയായി ഇതല്ലേ സാധനം. വാറണ്ടിയാണ്. കാണണം. മോട്ടറോള പൊട്ടിച്ചാണെങ്കിൽ ഇവിടെ ആള് കൂടി ഇല്ല. ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, കത്തിയുണ്ടേ. ഇങ്ങനെ ഒരറ്റം മാത്രം അങ്ങനെ കിട്ടി. പയ്യ ഫുൾ ഹാപ്പി കേട്ടാ. എപ്പോഴാണ് കാണിക്കാതെ പതുക്കെ ആയിരിക്കണം. ഫോൺ കാണിയിട്ട് ഫോൺ കാണിയിട്ട് ഇങ്ങോട്ട് കാണിയിട്ട് വീഡിയോയിൽ കാണിയിട്ട് എങ്ങനെയുണ്ട് എന്തേലും പറയാണ് ചൂടാണ്. ഓക്കെ എത്ര ഉള്ളു. അപ്പൊ ഒരു സന്തോഷത്തോടെ ചായ കേടി കേട്ടാ. ഒരു ചായ കേട്ടാ. ഓ ചാർജ് ബ്രിക്ക് എല്ലാം പിന്നെ ചെറിയ സാധനം പറഞ്ഞത് അതെടുത്ത് തരാം. നീ വച്ചു തരാം. ഓക്കെ അപ്പോൾ എനിക്കൊരു ചായ തരുമോ? ചായ തരാം. ചായ തരാം. ഓക്കെ
അപ്പോൾ ചിരിച്ചുകൊണ്ട് രാറ്റാണ് ചായ തരാം ഹായ്. ഓക്കെ അപ്പോൾ ശരി, ചെറിയ വ്ളോഗ് ചെയ്യുന്നു. ഓക്കെ ബൈ. അപ്പോൾ ഡെയിലി ഇവിടെ വരുമ്പം ചേട്ടൻ പറയും ഫോൺ വേണം പോകുന്നു. കാരണം ഫണ്ടിപ്പോൾ സെറ്റായി പുള്ളിക്ക് ആദ്യം ഒരു EMI എടുത്ത് തരാനാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം ക്യാഷ് സെറ്റായതുകൊണ്ട് കിട്ടിയെന്ന് കിട്ടി. അപ്പം പറഞ്ഞു കുഴപ്പമില്ല, പെട്ടെന്ന് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് സാധനം എടുത്ത്. അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പുണ്യപ്രവർത്തിയൊന്നുമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സിബിലും കൂടും. മനസ്സിലായ എനിക്ക് ആദ്യമൊക്കെ ഒരു സാധനം എനിക്ക് ഇങ്ങനെ EMIക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും. ഒറ്റ നല്ല പൈസ ഉള്ളവന്മാർ എന്ന് പറയുന്നത് നല്ല പൈസ ഉള്ളവന്മാരായിരിക്കും ഒറ്റ രൂപ തരൂല. പറയും ഇതിലിടാൻ മറ്റേല്ല മറിച്ചില്ല എന്ന് പറയും. അത് കുറച്ച് ദിവസം 2 ദിവസം കഴിയുമ്പോൾ അവർ ഒരു 3-4 ലക്ഷത്തിൻ്റെ സാധനം എടുക്കും, അതൊക്കെ എടുക്കും. അത് എന്നാലും ഞാൻ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കണമെങ്കിൽ ഞാൻ ചെയ്യും. ഈ ചേട്ടൻ എനിക്ക് അറിയോലും ഇല്ല നേരെ ചാടിക്കാനൊന്നും ബന്ധം. പക്ഷെ നല്ല കമ്പനിയാണ്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ കൊടുത്തു. അപ്പോൾ എത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വീഡിയോ കഴിഞ്ഞു. ഒരു സന്തോഷം തോന്നണം, പക്ഷേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതേ വർക്ക് ചെയ്ത് കഴിഞ്ഞ് തളർന്നിരിക്കുകയാണ്. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ദാറ്റ് ഗുഡ് ഫീഡും സീ യു നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ശരി. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഔട്ട്രോ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഒരാൾ വന്നിരിക്കുന്നു. പഴയ വീഡിയോയിലുള്ള പേരാണ്. ദുബായിൽ നിന്ന് എഴുന്നള്ളി ഇപ്പം ചെറുക്കൻ ദുബായിലുള്ള 1 ലക്ഷത്തിൻ്റെ ജോലിയെ കളഞ്ഞ് വന്നേക്കാണ്. ഇപ്പം എന്ത് ജോലിയാടാ? സ്വിഗ്ഗി. വന്ന ഉടനെ അവൻ സ്വിഗ്ഗിയിൽ അക്കൗണ്ട് എടുത്ത് അവൻ പണി തുടങ്ങി. അല്ലടാ കയ്യില്ലടാ, GTR ഒക്കെ എടുക്കണ്ടേ? സ്വിഗ്ഗി ഓടിയിട്ടാ GTR ഡ്രീം മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ കണ്ടു. എന്നൊന്നുമില്ല, ഇനി ശരിക്കുള്ള ഔട്ടർ. അപ്പോൾ ശരി, ഇതാറ്റാ.